അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചിന്തകൾ എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ വിനിയോഗിക്കാനുള്ള തൗഫീക്കും സാഹചര്യവും സന്മനസ്സും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബർ യുദ്ധ ദിവസം സ്വഹാബത്തിനോട് പറഞ്ഞു, ലഉഅ്തിയന്ന ഹാദിഹി റായ റജുലൻ യുഹിബ്ബുല്ലാഹ വറസൂലഹു യഫ്തഹുല്ലാഹു അലാ യദിഹി. ഖൈബർ യുദ്ധം നടക്കുന്ന ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, ഈ കൊടി ഞാൻ ഒരു പുരുഷനെ ഏൽപ്പിക്കാൻ പോവുകയാണ്. ആ പുരുഷൻ്റെ ഒരു പ്രത്യേകത, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ആളാണ്. ആ പുരുഷനിലൂടെ അള്ളാഹു തആല വിജയം നൽകുകയും ചെയ്യും. ഏതാണ് ആ പുരുഷൻ? സ്വഹാബികളൊക്കെ ആഗ്രഹിച്ചു, ഞാനാകണം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ അഹ്ബബ്തുൽ ഇമാറത ഇല്ലാ യൗമൈദിൻ. ഈ ദിവസമല്ലാതെ വേറൊരു ദിവസം ഞാൻ നേതൃപദവിയെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഈ ഒരു പുരുഷൻ ഞാനാവണം, എന്നെ ആ ഒരു ദൗത്യം ഏൽപ്പിക്കണമെന്ന് അവരും ആഗ്രഹിച്ചു. സഹാബികൾ മൊത്തത്തിൽ ആഗ്രഹിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഇത് റിപ്പോർട്ടർ. മഹാനവറുകളും പറയുന്നുണ്ട്, ആ ആൾ ഞാനായിരുന്നെങ്കിലെന്ന്. അന്നത്തെ രാത്രി, അന്നത്തെ ദിവസം, അന്നത്തെ ആ ഒരു നിമിഷം എല്ലാവരുടെയും ആഗ്രഹം അത് ഞാനാകണമെന്നാണ്. എന്താണ് അവരൊക്കെ അങ്ങനെ ആഗ്രഹിക്കാനുള്ള കാരണം? എന്താണ്? ഒരു നേതൃപദവിയെ അല്ലെങ്കിൽ ഒരു മേധാവിത്വത്തെ ഇഷ്ടപ്പെട്ടതല്ല. ഒരു നേതാവാകാൻ അവർ കൊതിച്ചതുമല്ല. പിന്നെ എന്താണ് അവർ ആഗ്രഹിച്ചതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം? എന്താണ്? മറ്റൊന്നുമല്ല, രണ്ട് കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. ഒന്ന്, ആ പുരുഷൻ്റെ പ്രത്യേകത, അള്ളാഹുവിനെയും റസൂലിനെയും ആ പുരുഷൻ ഇഷ്ടപ്പെടുന്നു. വേറെ ഹദീസിൽ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്, അള്ളാഹുവും റസൂലും ആ പുരുഷനെ ഇഷ്ടപ്പെടുന്നു. രണ്ടാമത്തെ അടയാളം, ആ പുരുഷനിലൂടെ, ആ പുരുഷൻ്റെ നേതൃത്വത്തിലൂടെ ഇസ്ലാമിന് വിജയമുണ്ടാകും, ഖൈബർ വിജയിക്കും. ഈ രണ്ട് കാര്യത്തിനാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബി താലിബിനെ വിളിക്കുകയാണ്. അലി എവിടെയാണ്? അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ആ ഒരു പതാക കൊടുത്തിട്ട് പുണ്യ റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞു. അഥവാ അലി റളിയല്ലാഹു അൻഹു എവിടെയെന്ന് ചോദിക്കുമ്പോൾ സഹാബത്ത് പറയുന്നുണ്ട്, അലി റളിയല്ലാഹു അൻഹു കണ്ണുവേദനയാണ്, അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരിക. അങ്ങനെ വിളിച്ചു കൊണ്ടുവന്ന് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ആ കൊടി ഏൽപ്പിച്ചിട്ട് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ഇംഷി വലാ തൽഫിത്, നീ നടന്നോ, തിരിഞ്ഞു നോക്കണ്ട, നിൻ്റെ
മേൽ അല്ലാഹു തആല വിജയം തരും. അങ്ങനെ ഖൈബർ വിജയിച്ചു. ആ ഹദീസ് മുഴുവനായിട്ടും ഇവിടെ ഉദ്ധരിക്കുന്നില്ല. ഖൈബറിൻ്റെ വിജയം, അലി റളിയല്ലാഹു അൻഹു ഖൈബറിൻ്റെ ആ ഒരു ഭൂമിയിൽ വളരെ ധീരമായി തന്നെ നേതൃത്വം നൽകി. ധീരനായ ആ ഒരു സഹാബി വര്യൻ ദീനിനു വേണ്ടി ഒരുപാട് അധ്വാനിച്ചു, ഒരുപാട് പരിശ്രമിച്ചു. അല്ലാഹു തആല അവരൊപ്പം നാളെ സ്വർഗത്തിൽ നമ്മളെയും ഒരുമിച്ച് കൊള്ളട്ടെ. അപ്പം നല്ലതിനെപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടണം. നല്ലത് ചെയ്യാൻ കിട്ടുന്ന അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. നല്ലത് ചെയ്യാനുള്ള സാഹചര്യം എപ്പോഴും ഉണ്ടാകണമെന്നില്ല. ഉള്ളപ്പോൾ, ചാൻസ് കിട്ടിയപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക. ഒരാൾ ധർമ്മം കൊടുക്കുകയാണ്. നമ്മളെടുക്കൽ ധർമ്മം കൊടുക്കാൻ സമ്പത്തില്ലെങ്കിൽ പോലും നമുക്ക് ആഗ്രഹിക്കാമല്ലോ. എനിക്കങ്ങനെ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ ധർമ്മം കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ദുൽഖഅദ് മാസത്തിലാണ് നമ്മൾ ഹജ്ജിന് പോകുകയാണ് ആളുകൾ. നമുക്കും ആഗ്രഹിക്കാൻ, പഠിച്ചവനെ സമ്പത്തും സൗകര്യം ഉണ്ടായെങ്കിൽ ഹജ്ജിന് പോകാമായിരുന്നല്ലോ. അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഓരോ നന്മകളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ആഗ്രഹിച്ചാൽ പോലും കൂലിയാണ്. നമ്മുടെ ഉദ്ദേശം, അതിൻ്റെ വിശദമായൊരു വിവരണം മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഞാനതിനെ വിശദീകരിക്കുന്നില്ല. അതാണിവിടെ സ്വഹാബത്തിന് അവർ മത്സരിച്ചത്, അവരാഗ്രഹിച്ചതാണ്. അല്ല നേതാവാകാൻ അവരാഗ്രഹിച്ചിട്ടില്ല. ആ ഒരു നന്മ ലഭിക്കാൻ അള്ളാഹുവിൻ്റെ റസൂല് നൽകിയ ആ ഒരു വിശദീകരണം, അതിൻ്റെ ഭാഗമായിട്ട് അതിലുൾപ്പെടാൻ അവരൊക്കെ ആഗ്രഹിച്ചു. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.